നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറയുന്ന ഇന്നത്തെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഭജന സംഘം അവർ പാടിയൊരു പാട്ട് ഞാൻ വെറുതെ ഒന്ന് വായിച്ചിട്ടായിരുന്നു. അതായത് നാഗഭൂഷിത പദങ്ങളും ചടുല താളമോടു തിരുനയനവും ഇത് 5 ലക്ഷം പേര് കണ്ടു എന്നുള്ളത് ഒന്നാമത്തെ സന്തോഷം. പിന്നീട് അത് 1300 പേരോളം അത് ഷെയർ ചെയ്തു. അപ്പൊ അവരുടെ ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് കാണുമല്ലോ, അത് നമുക്ക് രണ്ടാമത്തെ സന്തോഷം. അതിനനുസരിച്ച് ഇതിന് തത്തുല്യമായിട്ടുള്ള ലൈക്കുകളും കിട്ടി എന്നുള്ളത് മറ്റൊരു സന്തോഷം. നാദസ്വരം പഠിക്കാൻ എളുപ്പമാണോ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് തന്നെ പറയണം. കാരണം ഞാൻ ചെറിയ തോതിൽ ഈ ഓൺലൈൻ ക്ലാസ്സുകളും അതുപോലെ തന്നെ 2-3 പേര് വന്ന് പഠിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ചില കുട്ടികൾക്ക് അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇത് എടുത്തു കൊടുക്കുമ്പോൾ തന്നെ അവർ ജന്മസിദ്ധമായിട്ട് ചിലപ്പോൾ അവർ അതിലേക്ക് വരേണ്ടുന്ന കാരണം കൊണ്ടായിരിക്കാം ചിലർക്ക് പെട്ടെന്ന് ഈ വായിക്കുന്ന ആ റീഡിന്റെ പേര് ശിവാളി. അപ്പൊ ആ ശിവാളിയുടെ ആ ഒരു ടെക്നിക്ക് ചിലപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവാറുണ്ട്. ചിലർക്ക് അത് ഒരു കാലത്തും ചിലപ്പോൾ അത് ശരിയാവാത്ത രീതിയിൽ എനിക്ക് എത്ര അത് വായിച്ചു കഴിഞ്ഞാലും ശരിയാവാത്ത രീതിയിലേക്കൊക്കെ വരാറുണ്ട്. ഇതൊരു ക്ഷേത്രകലയാണ്. ഈ ക്ഷേത്രകലയിൽ നിന്ന് എങ്ങനെയാണ് ഒരു സിനിമാ ഗാനങ്ങളിലേക്കും ഒക്കെ അങ്ങ് എത്തിപ്പെട്ടെന്ന് അറിയാനാണ് ചോദ്യം. നമ്മൾ കീർത്തനങ്ങളും ഇതുപോലെ തന്നെ ഭക്തിഗാനങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോൾ വെറുതെ അതിന്റെ കൂട്ടത്തില് പാട്ടുകളും ഇങ്ങനെയൊക്കെ വായിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഇതിന്റെ കൂട്ടത്തിൽ പാട്ടുകൾ വായിക്കാൻ നേരത്തെ അത് നല്ലതാണല്ലോ. ഇപ്പൊ എന്റെ ഭാര്യ, അമ്മ, 2 കുട്ടികൾ വീട്ടിലുണ്ട്. അപ്പൊ അവര് അമ്മയും വൈഫൊക്കെ ഇങ്ങനെ പറയാം, അത് കൊള്ളാമല്ലോ, അത് നിനക്കത് വായിച്ചിട്ടുകൂടെ, അത് ഫേസ്ബുക്കിൽ വായിച്ചിട്ടുകൂടെ, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു എന്നൊക്കെ ചോദിക്കും. വൈഫും അമ്മയും ചോദിക്കും. ഞാൻ മാത്രമല്ല, എന്റെ കൂടെ ഉള്ള സഹപ്രവർത്തകരുണ്ടല്ലോ, ഇവിടെ ഇടയ്ക്ക് വായിക്കുന്ന ശിവദാസ്, അതുപോലെ തന്നെ തവില്, നന്ദു, പിന്നെ അകത്ത് കൊമ്പ് കലാകാരന്മാര്, ഇവരൊക്കെ നമ്മുടെ കൂടെ ആദ്യത്തെ വീഡിയോയിലൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ആദ്യത്തെ വീഡിയോ എനിക്ക് തോന്നുന്നു അത് ഭയങ്കരമായിട്ട് റീച്ച് ആയതുകൊണ്ടാണ് രണ്ടാമത് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ആ ഒരു റീച്ചിലേക്ക് എത്തിയതും അത്തരത്തിലേക്കൊക്കെ ആയത്. അപ്പൊ ഇവര് ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റൂമിലൊക്കെ ഇരുന്ന് എടുക്കുന്ന വീഡിയോ ഒക്കെ ആയിരുന്നു അതൊക്കെ. പാട്ടുകളുടെ ലോകത്തേക്ക് എത്തിയത് ഇവരൊക്കെ കാരണമാണ്. അതെ, സത്യമായിട്ടും. മള്ളിയൂരത്തെ ബാക്കിയുള്ള കലാകാരന്മാരെ കൂടി പരിചയപ്പെട്ടു. അതായത് എന്റെ രണ്ടാമത്തെ ഒരു വരവ്, ആദ്യത്തെ വരവ് വലിയ വരവാണെന്നല്ല, ആദ്യം കുറച്ച് റീൽസ് ചെയ്തിരുന്നു. പിന്നെ രണ്ടാമത് ചെയ്തു തുടങ്ങിയപ്പോൾ ഇവരാണ് എനിക്ക് അക്കമ്പനി ചെയ്തത്. അതിനകത്ത് തകില്, അതുപോലെ തന്നെ ഡോലക്ക് വായിച്ച അനന്തകൃഷ്ണൻ, തകില് വായിക്കുന്ന നന്ദു, ഇവർ 2 പേരും സോപാന വിദഗ്ധന്മാരാണ്. ഇവര് എല്ലാവരും ഇവിടുത്തെ ജോലിക്കാരാണ്. എങ്ങനെയാണ് ഈ നാദസ്വരത്തിന്റെ ലോകത്തേക്ക് എത്തിയത്? അച്ഛൻ നാദസ്വര കലാകാരനായിരുന്നു. അപ്പോൾ അച്ഛനാണ് ആദ്യത്തെ ഗുരു. എനിക്ക് ഒരുപാട് ഗുരുക്കന്മാരുണ്ടായിട്ടുണ്ട്, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അച്ഛൻ ആദ്യമായിട്ട് നാദസ്വരം എടുത്തു തന്നു. പിന്നീട് അത് കഴിഞ്ഞ് കലാഭവനിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു മാഷാണ് എനിക്ക് സംഗീതം വായ്പാട്ടിന്റെ രീതിയിൽ പഠിപ്പിച്ചു വന്ന അച്ഛനാണ്. അതിനെല്ലാത്തിനും കാരണക്കാരായിട്ട് ഗുരുഭൂതൻ അദ്ദേഹം തന്നെയാണ്. സജീവൻ എന്നാണ് വായ്പാട്ട് പഠിപ്പിച്ച അദ്ദേഹത്തിന്റെ പേര്. ഈ അച്ഛൻ വീട്ടിലിരുന്ന് ഈ നാദസ്വരം ഇങ്ങനെ വായിക്കണ കേൾക്കുമ്പോൾ ഒരു ചെറിയ മോഹം അങ്ങനെയൊക്കെ വന്നു തുടങ്ങി.
പിന്നീട് വൈക്കത്ത് ഈ നാദസ്വരം ഇങ്ങനെ മൈക്കിലൂടെ കേട്ടപ്പോൾ ചെന്ന് നോക്കിയപ്പോഴാണ് ഇത് ആരാണ് ഇത്ര സ്പഷ്ടമായിട്ടൊക്കെ ഇങ്ങനെ വായിക്കുന്നതെന്ന് നോക്കി. പക്ഷെ ഞാൻ വേറെ അതിനു മുമ്പൊന്നും അങ്ങനെ കേട്ടിട്ടില്ലായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഇന്നത്തെ ആശാൻ വൈക്കത്തെ, അദ്ദേഹത്തിന്റെ പേര് ഷാജി എന്നാണ്. അപ്പൊ ഞാൻ ഇന്ന് എന്തെങ്കിലും കേൾപ്പിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഈ മാതിരി ഈ ഒരു തലത്തിലേക്കൊക്കെ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹമാണ് അതിന് ഏറ്റവും കൂടുതൽ ശതമാനം കാരണഭൂതനായിട്ടുള്ളത്. അദ്ദേഹത്തെ ഈ ഒരു സമയത്ത് ഞാൻ സ്മരിക്കുവാണ്. ഇവിടുത്തെ എന്താ ശരിക്കും ഇവിടെ നമ്മളുടെ ജോലി എന്താണ്? ഇവിടെ നമ്മുടെ ഈ പൂജാ സമയത്ത് നാദസ്വരം വായിക്കും. ഇവിടെ രാവിലെ 2 പൂജയുണ്ട്. രാവിലെ പൂജയ്ക്ക് കീർത്തനങ്ങൾ വായിക്കുക. ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി അവരെ കീർത്തിച്ചുകൊണ്ടുള്ള അവരുടെ അപദാനങ്ങൾ വായിക്കുക എന്നുള്ളതാണ് പണ്ട് മുതൽക്കേ ഉള്ള ചിട്ട. അതിന് നമുക്ക് പക്കം ഉണ്ടാവും അല്ലെ? ഉണ്ട്. തകില് വാദ്യമായിട്ടുണ്ട്. നമ്മുടെ ഒരു രക്തത്തിൽ എനിക്കൊരാൾ കമന്റ് ചെയ്തതാണ് അങ്ങനെ, ഹരിയുടെ രക്തത്തിൽ ഇത് അലിഞ്ഞു ചേർന്നു എന്നൊക്കെ പറഞ്ഞ്. തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിരുന്നു. അങ്ങയുടെ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്, ഏതൊരു വീഡിയോയിൽ അങ്ങനെ കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. ഇനി ഇതിൽ നിന്നൊരു ശരീരത്തിന്റെ ഭാഗമായി എന്ന് പറയാം. ഇന്നൊരു തിരിച്ചുപോക്കില്ല. കാരണം നമ്മളത് അത്രയേറെ ഇഷ്ടപ്പെടുന്നു. ശിലയായി പിറവിയുണ്ടെങ്കിൽ ഞാൻ ശിവരൂപമായേനേ. ഈ ഒരു പാട്ട് അത് മെസ്സഞ്ചറിൽ ഒരുപാട് നമ്മൾ അറിയാൻ പറ്റാത്ത ആൾക്കാരൊക്കെ വിളിച്ച് അപ്രിസിയേഷൻ തന്നൊരു പാട്ടാണ്. പ്രാക്ടീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നാദസ്വരത്തിന് പ്രത്യേകം തന്നെ ഒരു സാധക രീതി ഉണ്ട്. അത് വൈക്കം ക്ഷേത്രകലാവിടത്തു നിന്നൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ഞങ്ങൾക്ക് അതിന്റെ ശിക്ഷണം ലഭിച്ചിട്ടുണ്ട്. അവിടുത്തെ ആശാന്മാരൊക്കെ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവരിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന രീതിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ വായ്പാട്ട് പാടുമല്ലോ, ഇതേ സംഗതി തന്നെ ഇതിനകത്ത് ഈ കർണാട്ടിക്കിന്റെ അതേ വശങ്ങൾ തന്നെ ഇതിനകത്ത് വായിച്ചു പോരുന്നു. പക്ഷെ ഇതിനകത്ത് കുറെ കൂടി വലിച്ച് ടൈമിങ് എടുത്ത ഓരോ സ്വരവും തമ്മിലുള്ള അന്തരങ്ങൾ വലിച്ച് ചെയ്യണമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാം എവിടെ പഠിക്കാൻ പോയാലും നമ്മൾ അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാറുണ്ട്. അങ്ങനെ വായിച്ചെങ്കിലേ നമ്മൾ വായനയ്ക്ക് ഡെപ്ത് ഉണ്ടാവുള്ളൂ എന്നും, അതേപോലെ തന്നെ ഒതുക്കി വായിക്കേണ്ടത് കൃത്യമായിട്ട് ശബ്ദത്തോടു കൂടി ഒതുക്കി വായിക്കാനും, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു പ്രാക്ടീസ് വളരെ മുഖ്യമാണ്.